Let us deal with the poem Identity Card. It's a wonderful poem written by the famous Dalit poet S. Joseph. This poem portrays the strong undercurrents of caste system that are deep rooted in the psyche of an otherwise progressive community. And this poem doesn't resort to jargons, ideologies, or even exhibition of emotions. Instead, what we can see in this poem is that it succeeds in layering the lines with subtle undertones and suggestive wordplay. Okay, so our poet S. Joseph says that the discrimination based on caste still exists in our society, which means that still the scars of the old caste system bleed somewhere in our society. Even in educational institutions where progressive thoughts are supposed to be growing in the minds of the youth, what we can see is the discrimination based on caste. So in this poem, we see the trauma and pain that a Dalit student undergoes or go through in a modern society. Okay, so listen to the poem. In my student days, a girl came laughing. Our hands met kneading her rice and fish curry. On a bench, we became a Hindu-Christian family. I whiled away my time reading Neruda's poetry. And meanwhile, I misplaced my identity card. I noticed, she said, returning my card. The account of your stipend is entered there in red. These days, I never look at a boy and a girl lost in themselves. They will depart after a while. I won't be surprised even if they unite. Their identity cards won't have scribblings in red. So most of you can relate with the situation. So listen. In my student days, a girl came laughing. Our hands met kneading her rice and fish curry. So the poet evokes a sentiment of nostalgia in the initial lines of the poem as he recounts his student days and his love interest. So the girl is described as reciprocating the sentiment, creating an illusion of secular love. So ഇതിൽ തുടങ്ങുമ്പം എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതിന്റെ മലയാളം കവിതയിൽ എഴുതിയിരിക്കുന്നതും കൂടെ നോക്കാം നമുക്ക്. പഠിച്ചുകൊണ്ടിരുന്ന കാലം ഒരു പെൺകുട്ടി ചിരിച്ചു വന്നു. ഇൻ മൈ സ്റ്റുഡന്റ് ഡേയ്സ് എ ഗേൾ കെയിം ലാഫിംഗ്. അവളുടെ ചോറിനും ചൂരമീൻ കറിക്കും മീതെ ഞങ്ങളുടെ കൈകൾ കുഴഞ്ഞു. അവർ ഹാൻഡ്സ് മെറ്റ് നീഡിങ് ഹെർ റൈസ് ആൻഡ് ഫിഷ് കറി. ഓൺ എ ബെഞ്ച് വി ബിക്കെയിം എ ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലി. ഞങ്ങൾ ഒരു ബെഞ്ചിൽ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബമായി. ഇവിടെ അദ്ദേഹം പറയുന്നത് തുടങ്ങുന്നത് തന്നെ കോളേജ് ലൈഫിലെ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ലൈഫിലെ ഏറ്റവും മധുരിതമായ ഒരു സമയം എന്ന് പറയുന്നത് പ്രണയിക്കുന്ന ആ ഒരു നിമിഷമാണല്ലേ. നമ്മളിൽ ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ആരെയെങ്കിലും പ്രണയിച്ചിട്ടുള്ളവരാണ്. സോ ആ ഒരു സംഭവം, ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എത്രത്തോളം ആനന്ദകരമായ അല്ലെങ്കിൽ എത്രത്തോളം ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണെന്ന് പറയാതെ തന്നെ ഫീൽ ചെയ്ത പല ആൾക്കാരും ഉണ്ട്. സോ ഈ ഒരു തുടക്കം ഇനീഷ്യൽ ലൈൻസിലൂടെ അദ്ദേഹം ചെയ്യുന്നത് നമ്മളിലേക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൊണ്ടുവരികയാണ്. ഇൻ മൈ സ്റ്റുഡന്റ് ഡേയ്സ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ ആണ് അദ്ദേഹം ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. സോ ഈ കവിതയിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രണയിക്കുന്ന ആ രണ്ടുപേര് തന്നെയാണ്, ആ പെൺകുട്ടിയും ആ പയ്യനും. സോ രണ്ട് പ്രണയിതാക്കളെ കുറിച്ചാണ് ഈ കവിത തുടങ്ങുന്നത് തന്നെ. ഇപ്പൊ പ്രണയിക്കുന്ന ആ ഒരു സുന്ദരമായ നിമിഷത്തെ അത്രയും മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗിലൂടെ കൊണ്ടുവന്നത്. ഇൻ മൈ സ്റ്റുഡന്റ് ഡേയ്സ് എ ഗേൾ കെയിം ലാഫിംഗ്. അവർ ഹാൻഡ്സ് മെറ്റ് നീഡിങ് ഹെർ റൈസ് ആൻഡ് ഫിഷ് കറി. സോ മോസ്റ്റ് ഓഫ് യു ക്യാൻ റിലേറ്റ് വിത്ത് ദ സിറ്റുവേഷൻ. യു ഓൾ ലവ് ദീസ് മൊമെന്റ്സ് വെൻ യു ഷെയർ ഫുഡ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്കും കോളേജ് എന്ന് പറയുന്നത് രസകരമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അതിൽ ലഞ്ച് ബ്രേക്ക് ആവുന്ന സമയത്ത് കൂട്ടുകാരുമായിട്ട് ആഹാരം ഷെയർ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലേ. So most of you can relate with the situation and you all are loving those moments. എത്രയൊക്കെ കാലഘട്ടം കഴിഞ്ഞു പോയാലും കൂട്ടുകാരായിട്ട് ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു നിമിഷം അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് സമയം ചെലവഴിച്ചിരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ മറക്കില്ല. അപ്പൊ പ്രണയിക്കുന്ന രണ്ടുപേർക്കിടയിൽ ഉണ്ടായ ഈ മൊമെന്റ്സ് എന്ന് പറയുന്നത് അതിനേക്കാളും മനോഹരമായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഓൺ എ ബെഞ്ച് വി ബിക്കെയിം എ ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലി. ഒരു ബെഞ്ചിൽ ഞങ്ങൾ രണ്ട് സമുദായത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു കുടുംബമായി കഴിഞ്ഞു. ഞങ്ങൾ ഒരു ബെഞ്ചിൽ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബമായി. ഞാൻ നെരുദയുടെ കവിതകൾ വായിച്ചു നടന്നു.
അതിനിടെ എന്റെ ഐഡന്റിറ്റി കാർഡ് കളഞ്ഞുപോയി. ഐ വൈൽഡ് away my time reading Neruda's poetry and meanwhile I misplaced my identity card. So Neruda is often considered as the national poet of Chile and his works have been popular and influential among the youth. നെരുദയുടെ പോയം വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പോം നെരുദയുടെ പോയട്രിയോട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അത് പ്രണയം തലയ്ക്ക് പിടിച്ചു എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. കാര്യം നെരുദയുടെ പ്രധാന കവിതകളെല്ലാം തന്നെ പാഷനേറ്റ് ലവിനെ കുറിച്ചും ആ ഒരു ബന്ധത്തിന്റെയും റിലേഷൻഷിപ്പിന്റെയും ഒക്കെ ആഴം നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്ന കവിതകളാണ് നെരുദയുടെ കവിതകൾ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ പ്രണയിതാക്കളിൽ അദ്ദേഹം എന്ന് പറയുന്നത് ആ രണ്ടു പേരെ സ്നേഹിക്കുന്ന ആ ഒരു മൊമെന്റിൽ അദ്ദേഹം സമയം ചിലവഴിച്ചത് മുഴുവനും നെരുദയുടെ കവിത വായിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കെ എന്താണ് പറ്റിയത്? On a bench, we became a Hindu-Christian family. I whiled away my time reading Neruda's poetry and meanwhile I misplaced my identity card. ഞാൻ നെരുദയുടെ കവിതകൾ വായിച്ചു നടന്നു. അതിനിടെ എന്റെ ഐഡന്റിറ്റി കാർഡ് കളഞ്ഞുപോയി. ഞാൻ കണ്ടു, കാർഡ് തന്നിട്ട് അവൾ പറഞ്ഞു, ചുവന്ന പേന കൊണ്ട് അതിൽ കുറിച്ചിട്ടുണ്ടല്ലോ സ്റ്റൈഫൻഡ് വാങ്ങിച്ച കണക്ക്. I noticed, she said, returning my card, the account of your stipend is entered there in red. These days, I never look at a boy and a girl lost in themselves. They will depart after a while. I won't be surprised even if they unite. Their identity cards won't have scribblings in red. ഞാൻ കണ്ടു, കാർഡ് തന്നിട്ട് അവൾ പറഞ്ഞു, ചുവന്ന പേന കൊണ്ട് അതിൽ കുറിച്ചിട്ടിട്ടുണ്ടല്ലോ സ്റ്റൈപ്പൻഡ് വാങ്ങിച്ച കണക്ക്. ഇക്കാലത്ത് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് മറക്കുന്നത് നോക്കാറേയില്ല. അല്പം കഴിഞ്ഞവർ പിരിഞ്ഞുപോയിക്കൊള്ളും. ഇനി അവർ ഒരുമിച്ചാലും അത്ഭുതമില്ല. അവരുടെ ഐഡന്റിറ്റി കാർഡിൽ ചുവന്ന കുറിക്കലുകൾ ഉണ്ടാകില്ല. സോ അദ്ദേഹത്തിന്റെ കാർഡ്, ഐഡന്റിറ്റി കാർഡ് കളവ് പോയി, മിസ്പ്ലേസ്ഡ് ആയി. അതിനുശേഷം അത് കണ്ടെത്തിക്കൊണ്ടുവന്ന ഈ പ്രണയിനെ അദ്ദേഹത്തിന് അത് സമ്മാനിച്ചു. ആദ്യമുള്ള ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. ബിക്കോസ് ഷീ റിയലൈസ് ദാറ്റ് ഹി ബിലോങ്സ് ടു എ മൈനർ കമ്മ്യൂണിറ്റി, ഹിസ് ബിലോങ്ങിങ് ടു എ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് അവള് തിരിച്ചറിയുകയാണ്. അവൾ ആ കാർഡ് കൊടുക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? ഞാൻ കണ്ടിരിക്കുന്നു, ചുവന്ന പേന കൊണ്ട് മാർക്ക് ചെയ്ത് സ്റ്റൈഫൻഡിന്റെ എമൗണ്ടിന്റെ ആ ഒരു കണക്ക് കൂട്ടലുകൾ അവള് ആ ഐഡന്റിറ്റി കാർഡിൽ നിന്ന് മനസ്സിലാക്കി. അത്രയും നേരം പരസ്പരം മറന്ന് പ്രണയിച്ചവരുടെ പ്രണയം ജാതിയുടെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഇടപെടലുകൾ, ആ മതം അല്ലെങ്കിൽ ജാതി എന്ന ഒരിത് തിരിച്ചറിഞ്ഞതോടുകൂടി ആ സ്നേഹം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം നെരുദയുടെ കവിതകൾ സ്നേഹിച്ചു നടന്ന അദ്ദേഹം അതിൽ നിന്നെല്ലാം ഒരുപാട് അകന്നു കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? ഇനി ഞാൻ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് അവരെ ഞാൻ അധിക നേരം നോക്കി നിൽക്കില്ല. കാര്യം അവര് പിരിഞ്ഞു പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇൻ കേസ് അവര് ഒരുമിച്ചാൽ അതിന്റെ അർത്ഥം അവരുടെ ഐഡന്റിറ്റി കാർഡിൽ റെഡ് പെൻ കൊണ്ട് സ്റ്റൈഫൻഡ് മാർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്, ജാതിയുടെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരൊന്നിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ് എന്നതാണ് ഈ കവിതയുടെ അവസാന ഭാഗത്തായിട്ട് പറയുന്നത്. സോ ഈ കവിതയുടെ എൻഡിൽ എന്താണ് പറയുന്നത്? ഈ സ്നേഹബന്ധം, ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ് ടേൺസ് അപ്സൈഡ് ഡൗൺ വെൻ ഷീ റിജക്ട് ഹിം ബിക്കോസ് ഓഫ് ഹിസ് കാസ്റ്റ്. ആ ഒരു കാസ്റ്റ് കാരണം താൻ സ്നേഹിച്ച പെൺകുട്ടി തന്നെ റിജക്ട് ചെയ്തു. അപ്പൊ അതേ തുടർന്ന് ചെറിയൊരു കാര്യമാണ് പറയുന്നത്. സ്നേഹിക്കുന്ന രണ്ടുപേർ തമ്മിൽ പിരിഞ്ഞു പോകാനുണ്ടായ ഒരു സന്ദർഭത്തെയാണ് പറയുന്നത്. നമുക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷെ പറയുന്ന കാര്യത്തിന്റെ തീവ്രത അത്രയും ഇന്റൻസ് ആണ്. ഒരു ജാതിയുടെയും മതത്തിന്റെയും പേരില് സ്നേഹിച്ച ഒരാളുടെ ഐഡന്റിറ്റി കാർഡിൽ സ്റ്റൈഫൻഡ് മാർക്ക് ചെയ്തപ്പം അത്രയും നേരം പ്രണയിച്ചവർ ആ ഒരു പ്രണയം തന്നെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് അകന്നു പോവുകയാണ്. പിന്നീട് ഏത് പ്രണയിക്കുന്ന ആൾക്കാരെ കണ്ടാലും അദ്ദേഹത്തിന് ഉറപ്പാണ് അവരൊരിക്കലും ഒന്നിക്കില്ല എന്നുള്ളത്. ഇൻ കേസ് അവർ ഒന്നിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? whenever he sees a boy and girl deeply in love, he is sure that they will depart very soon of the same reason of his or her. And if they unite, he wouldn't be surprised because that boy will never be a Dalit. ഒരു ദളിത് അല്ല എങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ, ഒരു റിസർവേഷൻ കമ്മ്യൂണിറ്റിയിലെ ആളല്ല എങ്കിൽ മാത്രമേ അവർ ഒന്നിക്കൂ എന്ന് അദ്ദേഹം പറയുകയാണ്. ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള വരികളാണത്. ചെറിയ ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും അതിന്റെ ആശയം, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അത്രയും റെലവന്റ് ആയിട്ടുള്ള രീതിയിൽ, അത്രയും പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്.
So in this poem, our poet shows a world where love seldom triumphs over caste identity. And he purely talks about racism, where a Dalit is conned by his non-Dalit girlfriend. And also, when the girl discovers the identity card, she reckons its actual meaning. It's a mark of discrimination based on caste, and caste becomes a reality. Finally, at the end of the poem, what we can understand is that caste is a reality. Caste becomes a reality and it decides an individual's position in a pseudo-modern Indian society. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് ജാതി വ്യവസ്ഥയാണെന്നുള്ള സത്യം അദ്ദേഹം അത്രയും ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാണ് ഈ ഒരു കപ്പ് അല്ലെങ്കിൽ പ്രണയിതാക്കളുടെ ഇതിലൂടെ അവരുടെ റിപ്രസെന്റേഷനിലൂടെ അദ്ദേഹം ആക്ച്വലി പറയുന്നത് കാസ്റ്റ് ബിക്കംസ് ദ റിയാലിറ്റി. ആ കാസ്റ്റ് എന്ന ജാതി എന്നതിന്റെ യഥാർത്ഥ സത്യമാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത്. ആൻഡ് ബീങ് എ ദളിത്, ഹി വാസ് ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലവ്, ഹു വാസ് എൻ upper caste lady, and he is a victim of lost love. His lover was not ready to accept him when she came to know about his caste, and therefore seeing lovers lost in themselves make him disturbed. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മറ്റ് ലവേഴ്സ് അവിടെ ഇരിക്കുമ്പോഴും അദ്ദേഹം ഡിസ്റ്റർബ്ഡ് ആവുന്നത്. അതുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി അദ്ദേഹം പറയുന്നത് ദളിത് സമുദായത്തില് പെട്ടുകൊണ്ട് ദളിത് സമുദായത്തിലെ ആളുകൾ നേരിടുന്ന പ്രശ്നത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് അദ്ദേഹം ഈ ഒരു പ്രണയിതാക്കളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇപ്പൊ ഇതില് വിക്ടിം ആയിട്ടുള്ളത് ബോയ് മാത്രമല്ല, ഈ ഒരു കവിതയിലെ കഥാപാത്രം ബോയ് ആയതുകൊണ്ടാണ്. പക്ഷെ ബോയ് ആൻഡ് ഗേൾ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ദളിത് കമ്മ്യൂണിറ്റിയിലെ എല്ലാ ആളുകളും നേരിടുന്ന പ്രശ്നങ്ങളെയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിൽ വളരെ മനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ വായിക്കുക. താങ്ക് യു സോ മച്ച്.